അയൽ രാജ്യങ്ങളിൽ ഉണ്ടാകുന്ന സംഘർഷങ്ങൾ എക്കാലവും ഇന്ത്യയെ കാര്യമായി ബാധിച്ചിട്ടുണ്ട്. ലോകത്തെ ഏറ്റവും വലിയ രാജ്യങ്ങളുടെ പട്ടികയിൽ മുന്നിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ അയൽ രാജ്യങ്ങളുടെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ പോലും ഇടപെടാനുള്ളൊരു സാഹചര്യം ഇന്ത്യക്ക് മുന്നിൽ എന്നുമുണ്ട്. ബംഗ്ലാദേശിലുണ്ടായ സംഘർഷങ്ങളാണ് ഇപ്പോൾ ഇന്ത്യയിൽ ചർച്ചാ വിഷയമായിരിക്കുന്നത്. അട്ടിമറി സാധ്യതകൾ നിലനിൽക്കുമ്പോൾ തന്നെ ഇന്ത്യയിൽ അഭയം തേടിയ മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ഇന്ത്യയിൽ സുരക്ഷിതമായി തന്നെ തുടരുകയാണ്. ഹസീനയെ വിട്ടുകൊടുക്കണമെന്നാവശ്യപ്പെട്ട് ബംഗ്ലാദേശ് സർക്കാർ ചില ഇടപെടലുകൾ നടത്തിയിരുന്നു. ഹസീനയെ വിട്ടുനൽകാൻ ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാർ സമ്മർദ്ദം ചെലുത്തുന്നതിനിടെ വിസ കാലാവധി ഇന്ത്യ നീട്ടി നൽകിയിരിക്കുകയാണ്. വിദ്യാർത്ഥികളുടെ മറവിൽ നടന്ന രാജ്യവ്യാപക പ്രക്ഷോഭത്തെ തുടർന്ന് പ്രധാനമന്ത്രി പദം രാജിവെച്ച് രാജ്യം വിട്ട ഹസീന കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് മുതൽ ഇന്ത്യയിൽ അഭയം തേടിയിരിക്കുകയാണ്. ജൂലൈയിൽ ബംഗ്ലാദേശിൽ നടന്ന പ്രക്ഷോഭത്തിൽ 70-ലധികം പ്രതിഷേധക്കാർ കൊല്ലപ്പെട്ടതിനു പിന്നിൽ ഹസീനയ്ക്ക് പങ്കുണ്ടെന്ന് ആരോപിച്ച് ഇടക്കാല സർക്കാർ ഹസീനയുടെ പാസ്പോർട്ട് റദ്ദാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് വിസ കാലാവധി നീട്ടി നൽകാനുള്ള ഇന്ത്യയുടെ തീരുമാനം വന്നിരിക്കുന്നത്. ഫോറിനേഴ്സ് റീജിയണൽ രജിസ്ട്രേഷൻ ഓഫീസ് വഴിയാണ് കേന്ദ്ര സർക്കാർ ഹസീനയുടെ വിസ കാലാവധി നീട്ടിയത്. ഹസീനയടക്കം 96 പേരുടെ പാസ്പോർട്ട് റദ്ദാക്കിയതായി മുഹമ്മദ് യൂനൂസിന്റെ നേതൃത്വത്തിലുള്ള ബംഗ്ലാദേശിന്റെ ഇടക്കാല സർക്കാർ കഴിഞ്ഞ ദിവസം അറിയിച്ചതിന് പിന്നാലെയാണ് ഇന്ത്യ വിസ കാലാവധി നീട്ടിയത്. 16 വർഷം നീണ്ട അവാമി ലീഗിന്റെ ഭരണം അട്ടിമറിച്ച വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് പിന്നാലെ കഴിഞ്ഞ ഓഗസ്റ്റ് 5-നാണ് ഹസീന ഇന്ത്യയിൽ അഭയം നേടിയത്. ഹസീനയെ തിരിച്ചയക്കണമെന്നാവശ്യപ്പെട്ട് ബംഗ്ലാദേശ് വിദേശകാര്യ മന്ത്രാലയം ഇന്ത്യയോട് നയതന്ത്ര തലത്തിൽ ആവശ്യപ്പെട്ടിരുന്നു. പ്രതിഷേധക്കാരും ഭരണകക്ഷിയായ അവാമി ലീഗിന്റെ അനുയായികളും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിലാണ് ബംഗ്ലാദേശിൽ മരണസംഖ്യ ഉയർന്നിരിക്കുന്നത്. ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധക്കാർ പ്രക്ഷോഭം ശക്തമാക്കിയതോടെ ഭരണകക്ഷിയായ അവാമി ലീഗ് പ്രവർത്തകർ ഇവരെ നേരിടാൻ തെരുവിലിറങ്ങുകയായിരുന്നു. കലാപത്തിൽ മരിച്ചവരിൽ 14 പേർ പോലീസുകാരാണ്. വിവാദ ക്വാട്ട അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ബംഗ്ലാദേശിൽ പോലീസും വിദ്യാർത്ഥി പ്രതിഷേധക്കാരും തമ്മിലുള്ള അക്രമാസക്തമായ ഏറ്റുമുട്ടലിൽ ഇതുവരെ 200-ലധികം പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ടു. ഇതിനെ തുടർന്ന് ബംഗ്ലാദേശിൽ താമസിക്കുന്ന പൗരന്മാരോട് ജാഗ്രത പാലിക്കാൻ ഇന്ത്യ ഗവൺമെന്റ് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. രാജ്യത്തെ സിവിൽ സർവീസ് ജോലികൾക്കായുള്ള ക്വാട്ട സമ്പ്രദായത്തിൽ 1971-ലെ പാകിസ്ഥാനെതിരായ സ്വാതന്ത്ര്യ യുദ്ധത്തിൽ പങ്കെടുത്തവരുൾപ്പെടെയുള്ള പ്രത്യേക വിഭാഗക്കാർക്ക് സംവരണം നൽകുന്നത് പരിഷ്കരിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചാണ് ബംഗ്ലാദേശിൽ പ്രതിഷേധം നടക്കുന്നത്. ആയിരക്കണക്കിന് പ്രതിഷേധക്കാരാണ് തെരുവിലിറങ്ങി അക്രമത്തിന് തന്നെ മേൽനോട്ടം വഹിച്ചത്. സംഘർഷങ്ങൾ അടിച്ചമർത്താനായി വെടിവെപ്പ് അടക്കമുള്ള മാർഗങ്ങളാണ് പോലീസ് സ്വീകരിച്ചത്. എന്നാൽ പിടിച്ചു നിൽക്കാനാകാതെ ഷെയ്ഖ് ഹസീന ഡൽഹിയിൽ പറന്നിറങ്ങുകയായിരുന്നു.